മഴയുടെ ശക്തി കുറഞ്ഞുവെന്ന് ആശ്വസിക്കാൻ വരട്ടെ. വരുന്ന അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, മിക്ക ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായതിനാൽ തന്നെ കുട്ടനാട് താലൂക്കിനും അതുപോലെ തന്നെ പുറക്കാട് പഞ്ചായത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. സമീപ ദിവസങ്ങളിലെ മഴ തുടർന്ന് താഴ്ന്ന പ്രദേശമായ കുട്ടനാട്ടിൽ വെള്ളം കയറിയ കെടുതി അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അവധി പ്രഖ്യാപിച്ചത്. നാളെ സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കാനിരിക്കെയാണ് മഴ ഭീതി ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും എല്ലാ ജില്ലകളിലും കാലവർഷം കുറഞ്ഞത് ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ പോലും ആലപ്പുഴ, കുട്ടനാട് ഭാഗങ്ങളിലെല്ലാം തന്നെ മഴ പെയ്ത സാഹചര്യം നിലനിൽക്കുകയും വെള്ളം കയറുന്ന സാഹചര്യം ആയതിനാൽ തന്നെയും അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടവിട്ടുള്ള മഴയെ ഇന്ന് മിക്ക ജില്ലകളിലും ഉണ്ടായിരുന്നുള്ളൂ. ഇതോടുകൂടി തന്നെ മഴക്കെടുതി കുറഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കാണ് സാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ 5 ദിവസമായി മണിപ്പൂരിൽ പെയ്ത കനത്ത മഴയിൽ ഇംഫാൽ താഴ്വരയിൽ ഉടനീളം തന്നെ വ്യാപകമായ വെള്ളപ്പൊക്കം, അതുപോലെ 3802 പേർക്ക് പരിക്കേൽക്കുകയും 64 പേർ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തതായും അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. വൃഷ്ടി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കനത്ത മഴ പെയ്തതിനാൽ ഇംഫാൽ, നംപുൾ, ഇറിൽ നദികൾ കരകവിഞ്ഞൊഴുകിയതിലും അത് പല സ്ഥലങ്ങളിലും തീരങ്ങൾ കരകവിഞ്ഞൊഴുകുകയും ചെയ്തു. ഇംഫാൽ ഈസ്റ്റ് ജില്ലയിൽ ഇംഫാൽ നദി 5 വ്യത്യസ്ത സ്ഥലങ്ങളിൽ കരകവിഞ്ഞൊഴുകുകയും ഖോന്ത, അഹൽപുരിയിലും ഖുറൈ ഈ സെക്ടറിലെല്ലാം തന്നെ വെള്ളം പൊട്ടിയൊലിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി വരെയുള്ള 3 മണിക്കൂറിൽ മിതമായ മഴ ലഭിച്ചതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിലെ 16 മില്ലിമീറ്റർ, നോണി ജില്ലയിലെ കുപ്വേരിൽ 24 മില്ലിമീറ്ററും മഴ ലഭിച്ചു. അതേപോലെ തന്നെ ഇംഫാൽ നഗരത്തിലേക്ക് ഒഴുകുന്ന നദികളുടെ ജലസംഭരണികളായി ഈ പ്രദേശങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവയാണ്. ഇടിമുറിയാത്ത പെയ്യുന്ന മഴയിൽ ഇപ്പോൾ ഭൂമി ഏകദേശം ഒന്ന് തണുത്ത് നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിയെങ്കിൽ പോലും കനത്ത നാശനഷ്ടമാണ് വിതച്ചിരിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക്, ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷമാണ് മൺസൂൺ ഇത്രയും നേരത്തെ എത്തുന്നതും. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി പെയ്ത മഴയിൽ വിവിധ ജില്ലകളിലെ ഭാഗങ്ങളിൽ ചില പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത കൃഷിനാശവും അതുപോലെ തന്നെ മരം കടപുഴകി വീണുകൊണ്ട് വീടിൻ്റെ മുകളിലേക്ക് വീണ് വീട് പൂർണ്ണമായും തകരുന്ന അവസ്ഥയുണ്ടായി. നിരവധി മരണങ്ങളും 100 കണക്കിന് വീടുകൾക്ക് നാശനഷ്ടവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിലും നേരത്തെയായിരുന്നു ഇത്തവണ മഴ പെയ്തത്. മെയ് 24-നാണ് ഇടവപ്പാതി എത്തിയത്. മൺസൂണിൻ്റെ ഇത്തരമൊരു ഏർലി ലാൻഡിങ് ഇടയ്ക്കിടെ സംഭവിക്കാറുണ്ട്. 2009 മെയ് 23-നാണ് ഇതിനു മുൻപ് നേരത്തെ കാലവർഷം എത്തിയതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. സാധാരണ മെയ് അവസാനത്തിൽ അല്ലെങ്കിൽ ജൂൺ ആദ്യ വർഷവുമാണ് കാലവർഷം എത്തുന്നത്. 2022 മെയ് 29-ന്, 2023 ജൂൺ 8-നും 2024 മെയ് 30-നും കാലവർഷം എത്തിയിരുന്നു. 1990 മെയ് 19-നായിരുന്നു. അതുപോലെ തന്നെ 1975-നും ശേഷം സംസ്ഥാനത്ത് ഏറ്റവും നേരത്തെ കാലവർഷം ഇതാദ്യമായാണ് എത്തുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മൺസൂൺ പ്രവേശിക്കുന്നത് കേരളത്തിലൂടെയാണ്. അതുപോലെ തന്നെ സവിശേഷ ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും സമ്പന്നമാണെങ്കിൽ പോലും കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ദൃശ്യമായ അതിതീവ്ര കാലാവസ്ഥ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ആഗോളതാപനത്തിന്റെ ഫലമായി തന്നെ കേരളത്തിന്റെ കാലാവസ്ഥയും കൂടുതൽ അസ്വസ്ഥമാകുന്നു എന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ അനുഭവപ്പെട്ട അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. 2015, 2016 വർഷങ്ങളിൽ അനുഭവപ്പെട്ട അടിക്കിടെയുള്ള ഒരു വരൾച്ചയ്ക്കും 2017-ലെ ഓക്കി ചുഴലിക്കാറ്റും അതിനുശേഷം മഹാപ്രളയവും മിന്നൽ പ്രളയവും ഒക്കെ തന്നെ അതുപോലെ മേഘവിസ്ഫോടനങ്ങളും ഒക്കെ സമ്മാനിച്ച വർഷം കൂടിയാണ്. അതുപോലെ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളും കേരളത്തിലെ മാറുന്ന കാലാവസ്ഥയോട് മറ്റൊരു സൂചന ഫലമായി തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.